മാത്യൂസ് ഹോമിലുള്ളവർക്കൊന്നും ബ്യൂട്ടി പാർലർ തേടി വെളിയിലോട്ടെങ്ങും പോകേണ്ട ഒരാവശ്യമില്ല. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനും ഹസ്ബൻഡും കൂടി മാത്യൂസ് ഹോം എന്ന റിട്ടയർമെൻറ്റ് ഹോമിലാണ് താമസിക്കുന്നതെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്ന് ഈ മാത്യൂസ് ഹോമിൽ ഒരു ബ്യൂട്ടി പാർലർ കൂടി ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ്. റവറൻ ഫാദർ മാത്യുവും റവറൻ ഫാദർ എബ്രഹാമും ആണ് ഈ മാത്യൂസ് ഹോമിൻ്റെ ഫൗണ്ടേഴ്സ്. അങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ രണ്ടുപേരും കൂടി ഈ ബ്യൂട്ടി പാർലർ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒത്തിരി കാലത്ത് ആഗ്രഹമായിരുന്നു ബ്യൂട്ടി പാർലർ. കാരണം പലരും ഇവിടുന്ന് കോട്ടയത്തിന് പോകണം, ഏറ്റുമാനൂർ പോകണം, പലയിടത്ത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആഗ്രഹം ഇന്ന് നിറവേറിയിരിക്കുകയാണ്. അവിടെ ദൈവത്തിന് ആഗ്രഹിക്കാൻ നന്ദി പറയാം. ഇന്ന് നല്ല ദിവസം, സെന്റ് തോമസ് ഡേ ആണ് പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസം. Okay, I have a great pleasure to inaugurate this beauty parlor. Please all of you come inside. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ഭവനത്തെയും എല്ലാ നിവാസികളെയും ആസ്വദിക്കണമേ. ആത്മീയവും ശാരീരികമായ എല്ലാവരിൽ നിന്ന് ഇവരെ കാത്തുരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈ ബ്യൂട്ടി പാർലറിൽ വരുന്നവരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും അങ്ങ് സമർത്ഥമായി ആസ്വദിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകമായ കുടുംബമാകിയാൽ പ്രകൃതമായ അനുഗ്രഹം നൽകിയതിനെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനം അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസറത്തിലും തിരുക്കുടുംബം പോലെ ഇത് സമാധാനത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഒരു ഭവനമായി തീരട്ടെ. സന്തോഷത്തിലും താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ്സുറക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അവർ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കൃഷ്ണയുടെ ആൾത്താൽ മുദ്രയാക്കി ഭവനത്തിലേക്ക് അനുഗ്രഹമാകുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഇവിടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ. ആളും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മുടെ അടുത്താണ്, നമ്മുടെ ഈ ഇടവകയിലാണ്, വീട് ഇവിടെ അടുത്താണ്, അവർ താമസിക്കുന്ന തൊട്ടടുത്താണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് പല കുറച്ച് പേരെല്ലാവരും ഓർക്കുമായിരിക്കും, എന്തേ ഈ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ഈ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ എന്തോന്നൊരു ബ്യൂട്ടി പാർലർ എന്നില്ലേ? ആരെങ്കിലും അങ്ങനെയെല്ലാം ഓർത്തോ? യങ് ആയിട്ടുള്ളവർ മാത്രമല്ല ഒരുങ്ങിയൊക്കെ പോകേണ്ടത്, പ്രായമായവരും നല്ല പോലെ ഒരുങ്ങി തന്നെ പോകണം. അങ്ങനെ ഒരുങ്ങാൻ ഇഷ്ടമുള്ളവർ കണിശമായിട്ട് ഒരുങ്ങി തന്നെ പോകണം. ഇതിവിടെ താമസിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ്. 65 കഴിഞ്ഞ സീനിയർ സിറ്റിസൺസ് ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നതെങ്കിലും അവർക്കും ഇല്ലേ ഒരു ആഗ്രഹം, ഒന്ന് ഒരുങ്ങിയെല്ലാം ഒന്ന് വെളിയിലോട്ട് ഇറങ്ങണമെന്ന്. ഇപ്പം ചെറുപ്പക്കാർക്കൊക്കെ ഓർക്കുമായിരിക്കും അല്ലേ, ഓ ഈ കളവനും കളവയ്ക്കും ഒക്കെ എന്തോന്ന് ഒരുക്കം, അടങ്ങിക്കുത്തി ഇരിക്കാൻ മേലെ എന്ന് ഓർക്കുമായിരിക്കും. അങ്ങനെയൊന്നും ആരും ഓർക്കണ്ട കേട്ടോ.
പ്രായമൊക്കെ ആകും, അതെല്ലാവർക്കും ആകും, ഞങ്ങൾക്കും ആയി. പക്ഷേ നമ്മൾ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ നല്ലതായിട്ടൊരു പ്ലസൻ്റ് ആയിട്ട് ഒന്ന് ഷോക്കേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരുങ്ങാൻ ആഗ്രഹമുള്ളവർ, ഒരുങ്ങാൻ ആഗ്രഹമില്ലാത്തവർ ഒരിക്കലും ഒരുങ്ങണ്ട, അത് വേണ്ട. ഇപ്പോൾ ഒരുങ്ങാൻ ആഗ്രഹമുള്ളവർ, എന്നെപ്പോലെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇച്ചിരി ഒരുങ്ങിയൊക്കെ തന്നെ ഇറങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ ആഗ്രഹമുള്ളവർക്ക് കണിശമായിട്ടും ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ഒരു ബ്യൂട്ടിഫൈ ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള ഒരു സൗകര്യം ഇവിടെ അച്ഛനൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ പ്രായമായെന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കണമെന്നേ. നിങ്ങൾക്കൊരു ഐബ്രൗസ് ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നുള്ളവരും ഈ മുടിയൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കണിശമായിട്ടും അതൊക്കെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണം, ഇല്ലേ? പണ്ട് ഞാൻ എൻ്റെ ഐബ്രൗസ് ഒക്കെ ഞാൻ തന്നെത്താനെ ഷേപ്പ് ചെയ്യുമായിരുന്നു. അന്ന് ഐബ്രൗസിൽ നിറയെ മുടി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ ഐബ്രൗസും എല്ലാം തിന്നായി പോയി, അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചയില്ല. അപ്പം തന്നെത്താനെ ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ബ്യൂട്ടി പാർലർ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഈ ആഴ്ചയിൽ ഒരിക്കൽ ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കും. അതിനിടയ്ക്ക് നമുക്കൊന്ന് വല്ല കല്യാണത്തിനൊക്കെ പോകാനായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യാനും പിന്നെ പിരിയം പറപ്പിക്കാനും അല്ലെങ്കിൽ സാരിയൊക്കെ ഉടുപ്പിക്കാനും ഒക്കെയാണെന്ന് പറഞ്ഞെന്നാലും ഈ ബ്യൂട്ടീഷ്യൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും മാസത്തിലൊരിക്കൽ ഒരു ബാർബർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മുടി വെട്ടിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും വെളിയിലോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ വെളിയിൽ പോയി ചെയ്യേണ്ടവരാണെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നാലും ഇത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ തന്നെ എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങ് ഇനാഗുറേറ്റ് ചെയ്തു. എൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്തതിന് തൊട്ട് പ്രകാരം ഒരു ആൻറ്റിയുടെ മുടിയെല്ലാം കട്ട് ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ നല്ല സ്റ്റൈലായിട്ട് ആൻറ്റി നടന്നു പോകുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒത്തിട്ടുണ്ട്. നമുക്ക് പ്രായമായി വരുമ്പോൾ നീട്ടിയ മുടിയൊന്നും പിന്നിട്ടുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാണെന്ന് പറഞ്ഞാലും ഷോർട്ട് ഹെയർ ഒക്കെയാണ് നല്ലത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒക്കെ ഷേപ്പ് ചെയ്ത് കിട്ടുന്നതൊക്കെ വലിയൊരു ഉപകാരമുള്ളൊരു കാര്യമാണ്. ഏതാണെങ്കിലും ഇനി കോട്ടയത്തിനോ കുറുപ്പന്തറയ്ക്കോ ഒന്നും പോകാതെ തന്നെ ഇത്തിരി സുന്ദരിയാകാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.